Hello my dear students, welcome to Industrial Relation 48ാമത്തെ സെഷനാണ്. ഈ സെഷനിൽ നമ്മളിനി വേജസിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആക്റ്റുകളെ കുറിച്ചാണ് നോക്കുന്നത്. അതിൽ ആദ്യം നോക്കുന്നത് പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് 1936. ഈ ഒരു ആക്ടിൻ്റെ പർപ്പസ്, ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ മെയിൻ ഉദ്ദേശം ഈ പറയുന്ന ആവശ്യമില്ലാതെ വേജസ് പേയ്മെൻറ്റിൻ്റെ ഡിലേ വരുത്തുന്നതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല, ഔദ്യോഗികമായിട്ട് ആധികാരികമായിട്ട് വേജസിൽ ഡിഡക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനും, അല്ലേ, ആധികാരികമല്ലാത്ത രീതിയിൽ വേജസിൽ നിന്നും ഡിഡക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനും കൂടി ഈ ആക്ട് നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു വ്യക്തിയും, ഒരു ഫാക്ടറിയിലായിക്കോട്ടെ, ഒരു റെയിൽവേയിലായിക്കോട്ടെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു സബ് കോൺട്രാക്ടർ അവിടെ അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള എംപ്ലോയി ആയിക്കോട്ടെ, ഏതൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ഈ പറയുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുള്ള ഏത് ക്ലാസ് ഓഫ് എംപ്ലോയീസും, ഏത് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനും ഈ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് ബാധകമാണ്. അതനുസരിച്ചിട്ട്, ഈ ആക്ട് അനുസരിച്ചിട്ട് നമ്മൾ ഏതൊരു എംപ്ലോയിക്കും റെഗുലറായിട്ട് ടൈംലി പേയ്മെൻറ്റ് കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് പ്രത്യേകിച്ചും ഒരു സംരംഭത്തിൽ എന്നാണോ 1000-ൽ കൂടുതൽ എംപ്ലോയീസ് ആവുന്നത്, അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ മാസവും ഒന്നില്ലെങ്കിൽ 7th ഡേ, ആ 1000-ൽ കൂടുതൽ എംപ്ലോയീസ് ആയിക്കഴിഞ്ഞാൽ 7ാമത്തെ ദിവസം അല്ലെങ്കിൽ 10ാമത്തെ ദിവസം, അതായത് ഓരോ മാസം 7th ഡേ അല്ലെങ്കിൽ 10th ഡേയുടെ ഉള്ളിൽ റെഗുലറായിട്ട് പേയ്മെൻറ്റ് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ അൺഓതറൈസ് ആയിട്ടുള്ള ഡിഡക്ഷൻസിനെ ഈ ഒരു ആക്ട്, അതായത് ഏകപക്ഷീയമായിട്ട് ഉള്ള ഫൈനുകൾ, അതെല്ലാം ഈ പറയുന്ന ആക്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളുടെ ഈ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് അനുസരിച്ച് നമ്മുടെ സാലറിയുടെ സ്റ്റാറ്റിക്സ് നോക്കുകയാണെങ്കിൽ 6500 രൂപയിലും കുറവുള്ള സാലറി, അല്ലേ, ഇപ്പോൾ ഡെയിലി വേജസ് ഒക്കെ പറയുമ്പോൾ തുച്ഛമായിട്ടുള്ള ശമ്പളം അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. അത് മുഴുവനായിട്ടും ഈ പറയുന്ന ആക്ട് അനുസരിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ വേറെ കാര്യമായിട്ടുള്ള ഡിഡക്ഷൻസ് ഒന്നും പാടില്ല എന്നാണ് ഈ നിയമം പറയുന്നത്. അതിന് മുകളിലുള്ള വേജസിന് ഈ പറയുന്ന വേജസ് ഓഫ് പേയ്മെൻറ്റ് ആക്ട് അതിൻ്റെ ടൈംലി പേയ്മെൻറ്റിനും അതുപോലെ അത് എങ്ങനെ പേ ചെയ്യണം എന്നുള്ള രീതികളാണ് പറയുന്നത്. ഓക്കെ, ഓവർ ടൈം വേജസ് ഈ പറയുന്ന ആക്ടിന് ബാധകമല്ല. ഓക്കെ, കാരണം ഓവർ ടൈം വേജസ് ഡിഫർ ചെയ്യും. എത്ര ടൈം വർക്ക് ചെയ്യുന്നു അതനുസരിച്ചാണ് ഓവർ ടൈം വേജസ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മളുടെ പേയ്മെൻറ്റ് ഓഫ് വേജസിൻ്റെ ഇതിൽ ബാധകമായിട്ട് വരുന്നില്ല. പിന്നെ ഈ പറയുന്ന ആക്ട് അനുസരിച്ചിട്ട് വേജസ് കറണ്ട് കോയിൻസ് ആയിട്ടോ കറൻസി നോട്ട്സ് ആയിട്ടോ ഇല്ലെങ്കിൽ രണ്ടിൻ്റെയും മിക്സപ്പ് ആയിട്ട് കൊടുക്കാം. ഇനി എംപ്ലോയർക്ക് എന്ത് ചെയ്യാം, ചെക്കായിട്ടോ അല്ലെങ്കിൽ ബാങ്കിൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടോ കൊടുക്കാം. ഇപ്പോൾ പുതിയ നിയമങ്ങൾ വന്നിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ പറയുന്ന എംപ്ലോയീസിന് ബാങ്ക് അക്കൗണ്ടിൽ തന്നെ വേജസ് കൊടുത്തിരിക്കണം. അത് ഇന്ന സമയത്തിനുള്ളിൽ, അതായത് ഓരോ മാസം 10ാം തീയതി അല്ലെങ്കിൽ 7ാം തീയതിക്കുള്ളിൽ അത് അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ആക്ടിൻ്റെ സമ്മറി നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ഓർഗനൈസേഷനിൽ അനാവശ്യമായിട്ടുള്ള ഫൈന് ഈടാക്കുന്നതൊക്കെ ഈ ഒരു ആക്ട് ഒഴിവാക്കുന്നുണ്ട്. അങ്ങനെ ഈടാക്കണ്ടെന്ന് മുഴുവനായിട്ട് ഈ ഒരു ആക്ട് പ്രിവെൻറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഏതൊരു ഓർഗനൈസേഷനിലും അത്തരത്തിൽ ഫൈൻ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അവർ മുൻകൂട്ടി തന്നെ ഈ പറയുന്ന എംപ്ലോയർ ആ ഓർഗനൈസേഷൻ്റെ പ്രെമിസസിൽ ഒരു ലിസ്റ്റ് ആക്കിയിട്ടുണ്ടാവും. അതായത് എന്തൊക്കെ ആക്ടുകൾക്കാണ് ഫൈൻ ഉണ്ടാവുക എന്നുള്ളത് അവിടെ ലിസ്റ്റ് ആക്കിയിട്ടുണ്ടാവണം. അതനുസരിച്ച് ആ ലിസ്റ്റ് ആക്കിയ പ്രകാരം ഏതെങ്കിലും എംപ്ലോയീസ് അത്തരത്തിലുള്ള ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യണം, ഈ പറയുന്ന ഫൈൻ പറയുന്നുണ്ടാവും. ഓക്കെ, പക്ഷേ ഫൈൻ ഇമ്പോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അയാളുടെ അടുത്ത് കാരണം കാണിക്കാനായിട്ട് പറയണം. എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനൊരു തെറ്റ് ചെയ്തത് എന്നുള്ള കാര്യം കാണിച്ച് അത് ബോധ്യപ്പെട്ടാൽ ശേഷം മാത്രമാണ് ഫൈനിന് അയാൾ വിധേയമാവുള്ളൂ. അപ്പോൾ അഥവാ ഫൈനിന് വിധേയമായി കഴിഞ്ഞാൽ അയാളുടെ വേജിൻ്റെ 3% കൂടുതൽ ഫൈന് ഈടാക്കാനായിട്ട് പാടില്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ 15 വയസ്സിന്
വയസ്സുള്ള ഇപ്പം ആൾക്കാർക്ക് ഈ പറയുന്ന ഫൈൻ ഇമ്പോസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അത് ചൈൽഡ് ലേബർ, ഇപ്പോൾ ചൈൽഡ് ലേബർ ഫുള്ളി എന്ത് ചെയ്തിട്ടുണ്ട്, നിർത്തലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ബാധകമല്ല. പിന്നെ അതുപോലെ തന്നെ സപ്പോസ് ഇപ്പോൾ ഫൈൻ അഥവാ ഈടാക്കി കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അത് 90 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും റിക്കവർ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ. പിന്നെ ഈ പറയുന്ന എംപ്ലോയർ ഇങ്ങനെ ഫൈൻ ഇനത്തിൽ ഈടാക്കുന്ന പൈസ പിന്നീട് എംപ്ലോയീസിൻ്റെ ബെനിഫിറ്റ്സിന് വേണ്ടി തന്നെ യൂട്ടിലൈസ് ചെയ്യുകയും വേണം. അതാണ് ഈ നിയമം പറയുന്നത്. പിന്നെ ഈ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് അനുസരിച്ചിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ഫൈൻ ഇമ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ അടുത്ത് എന്ത് ഡാമേജാണ് അയാൾ ഫോം ചെയ്തത്, അല്ലെങ്കിൽ എന്ത് നഷ്ടമാണ് അയാൾ ഫോം ചെയ്തത്, അതിനു വേണ്ടി എത്ര ഫൈനാണ് ഡിഡക്റ്റ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് അയാളുടെ അടുത്ത് വ്യക്തിപരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് അത് റൈറ്റ് ചെയ്ത് അത് ഡോക്യുമെൻ്റ് ആക്കി അതിൽ എത്രയാണ് ഡാമേജ് ഉണ്ടായിട്ടുള്ളത്, അതിന് എത്ര നമുക്കത് വാല്യൂ എത്രയാണ്, അപ്പോൾ അതനുസരിച്ച് ഫൈൻ എത്രയാണ് ഈടാക്കുന്നത് എന്നുള്ള അമൗണ്ട് ഓഫ് ഡിഡക്ഷൻ എല്ലാം ആ ഡോക്യുമെൻറ്റിൽ എഴുതി പ്രൊപ്പോസ് ചെയ്ത് അത് ഒരാളുടെ മുമ്പാകെ, ഒരാളുടെ സാക്ഷിയിൽ ഈ എംപ്ലോയിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത ശേഷം മാത്രമേ ആ ഡിഡക്ഷൻ നടത്താൻ പാടുള്ളൂ എന്ന് നിയമം പറയുന്നുണ്ട്. അത് ഈ എംപ്ലോയി സമ്മതിക്കുകയും വേണം, അയാളുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ്, അപ്പോൾ അതുകൊണ്ട് അയാൾ ആ ഫൈനിന് അർഹനാണെന്നുള്ളത് അയാൾ സമ്മതിക്കുകയും വേണം. എന്നിട്ട് മാത്രമേ ഫൈൻ ഈടാക്കാൻ പാടുള്ളൂ. ഇനി ഈ കോമ്പീറ്റൻ്റ് അതോറിറ്റി നമ്മുടെ എംപ്ലോയ്മെൻറ്റ് മാറ്റേഴ്സിൽ എങ്ങനെയാണ്, അതായത് ഇപ്പം ഈ പറയുന്ന പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് അനുസരിച്ചിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു എംപ്ലോയിഡ് പേഴ്സണ് അയാളുടെ വേജിൽ നിന്നും അയാൾ പറയാതെ അല്ലെങ്കിൽ അയാൾ അറിയാതെ എന്തെങ്കിലും ഡിഡക്ഷൻ നടത്തുകയോ അല്ലെങ്കിൽ വേജ് ഡിലേ വരുത്തുകയോ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഈ പറയുന്ന ഡിഡക്ഷൻ വരുത്തിയിട്ടുള്ള വേജ് ഈടാക്കാൻ വേണ്ടിയിട്ടും ഡിലേ വരുത്തിയിട്ടുള്ള വേജ് ഈടാക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഈ ഒരു ആക്ടിന് പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള എംപ്ലോയീസ് ഇതിന് വേണ്ടിയിട്ട് അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള അതോറിറ്റീസ് ഉണ്ട്. ഓക്കെ, ആ അതോറിറ്റീസിൻ്റെ അടുത്ത് എന്ത് ചെയ്യണം, അപ്ലിക്കേഷനിലൂടെ ക്ലെയിം ചെയ്യണം. അപ്പോൾ ഈ അപ്ലിക്കേഷൻസ് എംപ്ലോയീസ് നേരിട്ട് അല്ലെങ്കിൽ അയാളുടെ ഒരു ലീഗൽ പ്രാക്ടീഷണർ വഴി ഒഫീഷ്യലായിട്ടുള്ള പ്രാക്ടീഷണർ വഴിയോ ഇല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് രജിസ്റ്റർ ചെയ്ത ട്രേഡ് യൂണിയൻ വഴിയോ എന്ത് ചെയ്യണം, ഈ അതോറിറ്റിയുടെ അടുത്ത് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ അപ്ലിക്കേഷൻ ഈ പറയുന്ന ഡിഡക്ഷനോ അല്ലെങ്കിൽ ഡിലേ വന്നതിന് 12 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യണം, ആൾ ആ ഒരു അപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ മാത്രമാണ് അത് ഈടാക്കി കൊടുക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന കോമ്പീറ്റൻ്റ് അതോറിറ്റി, അതായത് എന്തെങ്കിലും ഡിഡക്ഷനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിലേസ് നമ്മുടെ വേജ് പേയ്മെൻറ്റിൽ നടക്കുകയാണെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന കോമ്പീറ്റൻ്റ് അതോറിറ്റിക്ക് വേറൊരു കാര്യം കൂടി അവിടെ ചെയ്യാനായിട്ട് പറ്റും. അതായത് സബ്സിസ്റ്റൻസ് അലവൻസ് ഉറപ്പുവരുത്താനായിട്ട് പറ്റും. സബ്സിസ്റ്റൻസ് അലവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ മിനിമം വേജസ് ആക്ട് അനുസരിച്ച് മിനിമം വേജസ് കൊടുത്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. ആ മിനിമം വേജ് എന്ന് പറയുന്നത് ഈ പറയുന്ന എംപ്ലോയിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള വേജാണ്. അപ്പോൾ അതിനെ ഏതെങ്കിലും കാരണവശാൽ തടഞ്ഞു വയ്ക്കുകയാണെങ്കിൽ അതിന് പേയ്മെൻറ്റ് ഉറപ്പുവരുത്താനുള്ള എല്ലാ കാര്യങ്ങളും ഈ കോമ്പീറ്റൻ്റ് അതോറിറ്റിക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനു വേണ്ടി ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ അത് പെൻഡിങ് വെച്ചിരിക്കുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് എൻക്വയറി നടത്തി ആ സബ്സിസ്റ്റൻസ് അലവൻസ് കിട്ടാനുള്ള അപ്ലിക്കേഷൻസ് ആ എംപ്ലോയീസിൽ നിന്നും വാങ്ങിച്ച് അവരുടെ പേയ്മെൻറ്റ് അവർക്ക് റിലീസ് ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ കോമ്പീറ്റൻ്റ് അതോറിറ്റി ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന അതോറിറ്റി നമ്മുടെ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് അനുസരിച്ചുള്ള കോമ്പീറ്റൻ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ശരിക്കും ഒരു കോർട്ടാണ്. അവരുടെ ജുറിസ്ഡിക്ഷൻ അവരുടെ നിയമപരിധിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അവരുടെ ആ പവർ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഈ പറയുന്ന പേയ്മെൻറ്റ് ഡിലേയിൽ വരുന്ന കാര്യങ്ങൾ പേയ്മെൻറ്റ് ഡിലേയിൽ വരുന്ന കാര്യങ്ങളോ ഡിഡക്ഷൻ വരുന്ന കാര്യങ്ങളിലോ അങ്ങനെയുള്ള ഏത് സിമ്പിൾ മാറ്റേഴ്സിലും അവർ ഡീൽ ചെയ്യുന്നുണ്ടാവും. അതുമാത്രമല്ല ഇവർ ഈ പറയുന്ന രീതിയിൽ ഒരുപാട് ഈ പേയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ഈ എംപ്ലോയി തമ്മിലുള്ള എഗ്രിമെൻറ്റിൽ ചില കാര്യങ്ങളിൽ അവർക്ക് ഇടപെടാം, ചില കാര്യങ്ങളിൽ അവർക്ക് ഇടപെടാനായിട്ട് പറ്റില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ടാണ് ട്രേഡ് യൂണിയൻസ് ഉള്ളത്, അതുപോലെ എംപ്ലോയർക്ക് വേണ്ടിയിട്ടാണ് യൂണിയൻ ഫെഡറേഷൻ ഉള്ളത്. അപ്പം ഈ എംപ്ലോയറുടെ സാലറിയിൽ നിന്നും യൂണിയൻ ഫെഡറേഷന് വേണ്ടിയിട്ടുള്ള
സംഭാവനകൾ അവരുടെ സാലറിയിൽ നിന്ന് പിടിക്കാം നേരിട്ട്. അപ്പോൾ അത് ഈ പറയുന്ന ആക്ടിൻ്റെ അധികാരത്തിൽ വരുന്നതല്ല, ആക്ടിൻ്റെ കൺട്രോളിൽ വരുന്നതല്ല. അതേസമയം ഈ പറയുന്ന എംപ്ലോയിയുടെ സാലറിയിൽ നിന്നും ഈ പറയുന്ന ട്രേഡ് യൂണിയൻ്റെ സംഭാവന പിടിക്കുകയാണെങ്കിൽ അത് ഒരിക്കലും ഈ പറയുന്ന എഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ എംപ്ലോയിക്ക് അത്തരത്തിലുള്ള ഡിഡക്ഷൻ വരികയാണെങ്കിൽ അത് ഈ കമ്പീറ്റൻ്റ് അതോറിറ്റിയുടെ അടുത്ത് പറഞ്ഞ് അതില്ലാതാക്കാം. അത് ഈ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ടിൻ്റെ അധികാര പരിധിയിൽ വരുന്നൊരു കാര്യമാണ്, അതിൻ്റെ കൺട്രോളിൽ വരുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് അനുസരിച്ച് ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയറുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ടിൻ്റെ അബ്സ്ട്രാക്റ്റ്, അതിൽ എന്തൊക്കെ നിയമവശങ്ങളുണ്ടോ, പ്രധാനപ്പെട്ട നിയമവശങ്ങൾ, അത് ആ ഫാക്ടറിയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കണം. അത് നോട്ടീസ് ബോർഡിൽ ഈ അബ്സ്ട്രാക്റ്റ്, അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇംഗ്ലീഷിലും അതുപോലെ തന്നെ എംപ്ലോയീസിനും മനസ്സിലാവുന്ന ലോക്കൽ ലാംഗ്വേജിലും ഡിസ്പ്ലേ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഈ പറയുന്ന പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ടിൻ്റെ റെഗുലേഷൻസ് എംപ്ലോയീസിൻ്റെ അവകാശങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ എംപ്ലോയേഴ്സിൻ്റെ ചൂഷണത്തിൽ നിന്നും അവരുടെ അതിക്രമത്തിൽ നിന്നും നമ്മുടെ എംപ്ലോയീസിനെ രക്ഷപ്പെടുത്താനുമായിട്ടാണ് ഈ ആക്ട് വന്നിട്ടുള്ളത്. അപ്പം എപ്പോഴും ഈ പറയുന്ന ആക്ട് ഉറപ്പുവരുത്തുന്നത് എംപ്ലോയിക്ക് കൃത്യമായിട്ടുള്ള സമയത്ത് അവരുടെ പേയ്മെൻറ്റ് കിട്ടിയിരിക്കണം. അതുപോലെ തന്നെ അവരുടെ എംപ്ലോയ്മെൻറ്റിൻ്റെ സമയത്ത് ഒരു തരത്തിലുള്ള ഹറാസ്മെൻറ്റും അവരിൽ ഈ പറയുന്ന അവരുടെ വേജ് സംബന്ധമായിട്ട് പാടില്ല. ആ രീതിയിൽ ഒരുപാട് പ്രൊട്ടക്ഷൻസാണ് ഈ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട്.